ഇറ്റ് ഈസ് എ മിസ്റ്ററി. ചിലർ പറയത്തില്ല ആഴം. ആഴം യേശുവാ. മർമ്മം യേശുവാ. ജീവനോടെ ഇരിക്കുക. ആ ആ യേശുവിൻ്റെ കയ്യിലോട്ട് കയറി കിടക്കുമ്പോൾ താഴെ കോൺക്രീറ്റ് ആണോ മെത്തയാണോ തടിയാണോ എന്നറിയത്തില്ല. ഇറ്റ് ഈസ് ഞാൻ ആദ്യം പറയാം, ഇറ്റ് ഈസ് ഒരു അനുഭവം. നല്ല ചൂട് വെയിലത്ത് റെയിൽവേ സ്റ്റേഷനിൽ താഴെ ലുങ്കി വിരിച്ച് ഞങ്ങൾ മാത്രമല്ല വേറെ 93 പിള്ളേരുണ്ട്. അന്ന് റോണക്ക് വന്നിട്ടില്ല, റോഷനായും റോഹിത്തുണ്ട്. എന്നിട്ട് നിങ്ങളെല്ലാം കൂടെ കാവിലിരിക്കും. നല്ല റെയിൽവേ സ്റ്റേഷൻ്റെ ട്രെയിനിൻ്റെ മ്യൂസിക് ഓർത്ത് കിടക്കും. നമുക്ക് ഈ സ്റ്റേഷൻ കിടക്കാം, 5 സ്റ്റാർ ഹോട്ടലും കിടക്കാം. ദാറ്റ്സ് നോട്ട്, ഞാൻ പറഞ്ഞില്ലേ, യേശു എന്ന് പറയുന്ന മിസ്റ്ററി, ഇറ്റ് ഈസ് എ മിസ്റ്ററി. ചിലർ പറയത്തില്ല ആഴം. ആഴം യേശുവാണ്. ചിലർ മ്യൂസിക്കൊക്കെ ലൗഡാക്കും, അതെനിക്കിഷ്ടമില്ല. കാര്യം അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓർക്കും ആത്മാവാദി ജഡം. വേറെ മ്യൂസിക് കുറയ്ക്കുന്നു, ഓർഗൻ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഓർഗൻ വേണ്ട, ഡ്രം വേണ്ട എന്നൊക്കെ ഞാൻ പറയുന്നതിൻ്റെ കാരണം, ഡ്രമ്മും ഓർഗനും ഭയങ്കര ലൗഡ് വരും, നമുക്ക് തോന്നും പരിശുദ്ധാത്മാവാണ്. മറ്റേ ഹോളി സ്പിരിറ്റ് ഇസ് ടു ബി സോ സ്വീറ്റ്ലി എൻജോയ്ഡ്. അതൊരു ഡിസ്റ്റർബൻസ് പോലെ എനിക്ക് വരും. എസ്പെഷ്യലി ഡ്രമ്മെല്ലാം ഞാൻ നിർത്തിക്കുന്നത് കാണാൻ പറ്റില്ല, എല്ലാം നിർത്തിച്ചുകളെ. സോ ചില സമയത്ത് ഞാൻ നിർത്തിക്കത്തില്ല. വി ഡാൻസ് ആൻഡ് റിജോയ്സ്. സോ ഗോഡ് നെവർ റിപ്പീറ്റ്സ്. സോ ശുശ്രൂഷയിൽ നമ്മളോട് സൂക്ഷിക്കേണ്ട ഒരു കാര്യം, റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മൾ വരുന്നുണ്ടായിരിക്കും അങ്ങനെയൊക്കെ വരുന്നല്ലേ. നമുക്ക് പെർഫോമൻസ് മെൻറ്റാലിറ്റി വരും. എന്ന് പറഞ്ഞാൽ ആൾക്കാരെന്നാ പറയുന്നതല്ല, കർത്താവിന് എന്നാ പറയാനുള്ളത് പറഞ്ഞേച്ച് പോട്ടെ. വേറെ ഭയങ്കര ഇഷ്ടമുള്ളൊരു വാക്യമുണ്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യകാലം മുതലേ കേൾക്കുന്നൊരു വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 39-ാം വാക്യം. അത് ഞാൻ രക്ഷിക്കപ്പെട്ടപ്പം എന്നെ ഏറ്റവും സ്പർശിച്ച ഒരു വചനം. അതോടെ എനിക്ക് ഈ പേഴ്സണൽ റിലേഷൻഷിപ്പിലോട്ടുള്ള ട്രിഗർ കിട്ടി. യോഹന്നാൻ 5:39-40 ഞാൻ വായിക്കുമ്പം, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, യു സെർച്ച് ഇൻ ദ സ്ക്രിപ്റ്റേഴ്സ്. നിങ്ങൾ വിചാരിക്കുന്നു, നിരൂപിക്കുന്നു അതിൽ നിത്യജീവനുണ്ടെന്ന്. അതെൻ്റെ സാക്ഷ്യങ്ങൾ മാത്രം. എങ്കിലും ജീവൻ പ്രാപിക്കാൻ, നിത്യജീവൻ പ്രാപിക്കാൻ എൻ്റെ അടുക്കൽ വരാൻ നിങ്ങൾക്ക് മനസ്സില്ല. അപ്പം ആ വാക്യം എന്നെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്തൊരു വാക്യമാണ്. ബൈബിൾ പഠിക്കുന്നതല്ല, ഈ വ്യക്തിയായ ദൈവമായ യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണ് നിത്യജീവൻ. ഇത് പഠിച്ചാൽ നിത്യജീവൻ കിട്ടത്തില്ല. യേശു പറഞ്ഞു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കും. ആമേൻ. എൻ്റെ അടുക്ക വന്നാലേ ഉള്ളൂ ഈ ജീവൻ. എൻ്റെ തിരുവഴുത്തെക്കുറിച്ച് നിരൂപണ പഠനമോ ഗവേഷണമോ ഒന്നുമല്ല. അത് ഇൻ്റലക്റ്റാണ്. ഇത് 100 പ്രാവശ്യം വായിക്കാം, ഡോക്ടറേറ്റ് എടുക്കാം, എന്നിട്ടും യേശുവിനെ അറിയാതിരിക്കാം. ഞാൻ പറഞ്ഞില്ല, യേശു എന്ന് പറഞ്ഞ ഒരു മിസ്റ്ററിയാണ്. സോ സിമ്പിൾ ബട്ട് സോ ഡീപ്പ്. പക്ഷെ അതിലേക്ക് വേറെ ഹോളി സ്പിരിറ്റ് ഡ്രൈവ് ചെയ്ത് ഭയങ്കര അത്ഭുതകരം അല്ലേ. ഞാൻ എപ്പോഴും പറയും, യു ഷുഡ് ഡൈവ് ഇൻ ടു ദ റിവർ ഓഫ് ലൈഫ്. അതാ ബൈബിൾ, അതാ ജീസസ്. ജീസസ് ഇസ് ഇറ്റ് ഈസ് എൻ എക്സ്പീരിയൻസ്. അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, കേട്ടാൽ മനസ്സിലാകത്തില്ല, പറയാൻ വൊക്കാബുലറി ഇല്ല. Human vocabulary, you cannot explain Jesus. He is so deep. He is so deep in love. And while ministering, you can see him out of you ministering.
ഞാൻ ജബൽപൂരിൽ മീറ്റിങ്ങിലിരിക്കുമ്പം റോണക്ക് എൻ്റെ സൈഡിൽ ഇരിക്കും. ഒരു ഇൻട്രൊഡക്ഷൻ നടക്കുക. ബട്ട് ഐ ആം ഓൺ ഫയർ. റോണക്ക് എൻ്റെ അടുത്തിരുന്നുകൊണ്ട് പറയാം, പപ്പയുടെ ഭാഗത്തുനിന്ന് ഭയങ്കരമായിട്ട് സംതിങ് ഈസ് റേഡിയേറ്റിംഗ്. അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞത്, ക്രൈസ്റ്റ് ഈസ് വെയിറ്റിംഗ് ടു ലീപ്പ് ഓൺ ദ പീപ്പിൾ. I did not understand what I said. Christ is waiting എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻട്രൊഡക്ഷൻ നിർത്തടയാണ്. എനിക്കൊന്ന് എൻ്റെ ജനത്തെ ഒന്ന് ശുശ്രൂഷിക്കണം, അതിന് ലീപ്പ് ചെയ്യാൻ. ആൻഡ് ഐ ഗോട്ട് ഓൺ, ദാറ്റ് വാസ് ദ ഡേ ഓഫ് ഹോൾ മിറക്കിൾസ് ആഫ്റ്റർ മിറക്കിൾസ്. ക്രൈസ്റ്റ് ഈസ് വെയിറ്റിംഗ് ദാറ്റ് വി മൂവ് ഔട്ട് ഓഫ് ഹിസ് വേ. നമ്മൾ ഈ പുൾപ്പിറ്റ് കയറി നിൽക്കുമ്പം കർത്താവ് പറയുന്നു, മാറിത്തരാമോ, ഞാനൊന്ന് സംസാരിച്ചോട്ടെ, എൻ്റെ ജനമായത്. സോ ആ ഞാൻ എന്നുള്ള സംഭവം പോയിട്ട് യു ഡു വാട്ട് ഹാസ് ബിൻ ഡൺ ആൻഡ് യു മൂവ് ഓഫ്. ഡോണ്ട് വെയിറ്റ് ഫോർ ദി അപ്രിസിയേഷൻ, ബിക്കോസ് ഹി ഹാസ് ഡൺ ഇറ്റ്. കഴിഞ്ഞ സൺഡേ ബ്രദർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു മെസ്സേജിനിടയ്ക്ക്, യേശുവിനെ അറിഞ്ഞ് കഴിയുമ്പം പ്രെയർ മാറും. പിന്നെ നിങ്ങളുടെ പ്രെയർ ഫ്രം ഹിം, ത്രൂ ഹിം, നോട്ട് ടുവേർഡ്സ് ഹിം. വേറെ നമ്മൾ സാധാരണ കാണുന്ന ആംഗിൾ നേരെ വേറെ ആംഗിളാണ് വേറെ പറയും. അപ്പം നമ്മൾ ധാരണ ടുവേർഡ്സ് ഹിം, അങ്ങോട്ട് നമ്മളെല്ലാം ചോദിക്കുന്ന അല്ല. വി ആർ അബൈഡിങ് ഇൻ ഹിം, ദെൻ ഹൗ ക്യാൻ ഇറ്റ് ബി ടുവേർഡ്സ് ഹിം? അത് ശരിയാണ്. വി ആർ അബൈഡിങ് ഇൻ ക്രൈസ്റ്റ് എന്നല്ലേ, ദെൻ ഹൗ ക്യാൻ വി ഇറ്റ് ഗോ ടുവേർഡ്സ്? ഇറ്റ് ഗോസ് ഫ്രം. ആൻഡ് ദാറ്റ് ഈസ് പ്രേയർ ഈസ് ഫെലോഷിപ്പ്. പ്രേയർ എന്ന് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നത്, തായേ കർത്താവേ. പ്രേയർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന അതാണ്. അതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്ന ഈ ട്രാൻസ്ലേഷൻ, അത് യാചിപ്പീൻ എന്നുള്ള വാക്ക്, യാചക മനോഭാവം. അതായത് നമ്മൾ സാധാരണ ഞാൻ വിശ്വാസത്തിലൊക്കെ വന്നപ്പം കേട്ട് കരയുന്ന കാക്കയ്ക്ക് കര. ഈ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തോന്നൽ, അങ്ങനത്തെ എക്സ്പ്രഷൻ ഒരു ഹ്യൂമൻ ആളോട് എക്സ്പ്രസ് ചെയ്യുന്ന പോലെ. ഹീസ് ലവ്. God so loved the world that he gave his son. Now you don't have to beg for it. He gave so much love. ഇത് വേറെ മിനിസ്ട്രിയുടെ ഒക്കെ ആദ്യ സമയത്ത് തന്നെ ഇത് മനസ്സിലാക്കി അല്ലേ, നമ്മൾ യാചകന്മാരൊന്നുമല്ല, വി ആർ sons and with a right standing with God. നമ്മൾ മക്കളാണെന്ന് മാത്രമല്ല, നമ്മളെ വീണ്ടും ജനിപ്പിച്ചു എന്ന് മാത്രമല്ല, പുത്രത്വത്തിൻ്റെ ആത്മാവിനെ കൂടെ തന്നു. ഇത് രണ്ടാണ്. വീണ്ടും ജനിപ്പിച്ചു, so that you know him. Now you can see. Gave eternal life, which is the son's life, his own son's life, so that you can call him Abba Father and have fellowship with him. അത് രണ്ടാണല്ലേ, മനസ്സിലായി? വീണ്ടും ജന്മത്തിൽ നൗ യു അണ്ടർസ്റ്റാൻഡ് ദ സ്പിരിച്വൽ റിയാലിറ്റി. ബട്ട് സൺഷിപ്പ്, അതാ 1 യോഹന്നാൻ 5:11. ദിസ് ഈസ് ദ ടെസ്റ്റിമണി ദാറ്റ് ദ ലൈഫ് വിച്ച് വാസ് ഇൻ ഹിസ് സൺ, വിച്ച് ഈസ് ഇറ്റേണൽ ലൈഫ്, ഈസ് നൗ ഇൻ യു. പിന്നെ എങ്ങനെ ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നല്ലേ? അങ്ങോട്ട് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? അതുകൊണ്ട് ആദ്യ അബൈഡിങ് ഇൻ. അതുകൊണ്ട് ആദ്യ സമയത്ത് മുഴുവൻ സൺഷിപ്പായിരുന്നു വേറെ മെസ്സേജ് മുഴുവൻ സൺഷിപ്പ്. ഞാൻ മകനാ, അവകാശിയാണ്. എൻ്റെ മകൻ എന്നെ കുരുത്തക്കേട് കാണിച്ചാലും വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ഇല്ല, മകനാന്നുള്ള പതിവ് ബോധവുമില്ല. പിന്നെ എങ്ങനെയാണ്? ഞാൻ പറയും ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ കണ്ടംനേഷൻ നടക്കുന്നത്, കുത്തിക്കൊല നടക്കുന്നത്, കൊലപാതകം നടക്കുന്നത് സഭായോഗത്തിലാണ്. നീ എല്ലാം നരകത്ത്. കേട്ടോ, വിശുദ്ധന്മാരെന്നാണ് വിളിച്ചിരിക്കുന്നത്. ആരെയാ? വിശുദ്ധന്മാരെ യഥാസ്ഥാനപ്പെടുത്താനായി
ഏൽപ്പിച്ചിരിക്കുകയാണ് പ്രവാചകന്മാരെ ഉപദേഷ്ടന്മാരെന്ന് പറഞ്ഞ് ഇപ്പോൾ സ്ഥാനം തെറ്റിക്കിടക്കുന്നവരെ വരെ ഈ ദൈവം വിളിക്കുന്ന വിശുദ്ധന്മാരെന്നാണ്. മനസ്സിലായി? സ്ഥാനം തെറ്റിക്കിടക്കുന്നവരെ വരെ വിശുദ്ധന്മാരെന്ന് അഭിസംബോധന ചെയ്യുന്ന സർവശക്തൻ്റെ സ്നേഹം എന്താ? അതാ സംക്ഷിപ്തം അല്ലേ? ആ പദവിയല്ല, അത് എന്നാ പറയുന്നത്, വീട്ടിൻ്റെ അകത്ത് ഇരിക്കുക, അവകാശം എടുത്തു കളയത്തില്ല, ഒരിക്കലും പോകത്തില്ല. നെവർ. ഹൗ ക്യാൻ? നമ്മളെല്ലാം ഇത് മാനുഷിക ബുദ്ധി ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ നമ്മൾ അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മൾ ദൈവത്തിൽ നിന്നും പുറപ്പെട്ടവരാ. ദൈവത്തിൻ്റെ ഒരു ഭാഗം പുറപ്പെട്ടത് ദൈവം പോടാന്ന് പറയത്തില്ല. തിരിച്ചു കിട്ടിയാലേ പരിപൂർണത വരുത്തുള്ളൂ. which is very difficult to understand. I'll tell you, this is very difficult to understand with the human mind. എൻ്റെ ഒത്തിരി അനുഭവങ്ങളുണ്ട്, which I have not preached till now. And I am not supposed to preach. But I will preach it. കാരണം പാല് കുടിച്ച് വളരണം, പക്ഷെ എന്നും പാല് കൊടുക്കരുത്. കുഞ്ഞിന് പാല് വേണം. ആദ്യ വിശ്വാസിക്ക് പാല് ദഹിക്കുന്ന വിടുതൽ, സൗഖ്യം, സാമ്പത്തിക ബ്രേക്ക് ത്രൂ അത് വേണം. അത് തന്നെ എല്ലാ ദിവസവും കൊടുത്തുകൊണ്ടിരുന്നാൽ വളരത്തില്ല. അപ്പോൾ ആ വിശ്വാസി എപ്പോഴും ഒരു ദൈവദാസനെയോ ഒരു അഭിഷക്തനെയോ, ഈ വിശ്വാസിയും അഭിഷേകം പ്രാപിച്ച ആളാണ്, ഒരാളെ പെഡസ്റ്റലിൽ കാണുന്നുണ്ട്, ബ്രേക്ക് ത്രൂ. അതാ പ്രായം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരാകേണ്ടത്. ഇപ്പം നിങ്ങൾ മറ്റുള്ളവരെ മിനിസ്റ്റർ ചെയ്യാൻ തുടങ്ങേണ്ട ആൾക്കാരാണ്. പക്ഷേ ഇപ്പോഴും നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഏത് ഇന്ദ്രിയം? സ്പിരിച്വൽ ഇന്ദ്രിയം. നമ്മുടെ പഞ്ചേന്ദ്രിയം ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് ഇന്ന് പോയി തീയെ തൊടാത്തത്. കൊച്ചിലെ തൊട്ടിട്ടുണ്ട്, പൊള്ളിയിട്ടുമുണ്ട്, അതുകൊണ്ട് ചെയ്യത്തില്ല. കറണ്ട് അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പം വയർ കാണുമ്പോൾ തൊടാത്തെ. അപ്പം നമ്മുടെ ഫിസിക്കൽ സെൻസസ് പോലെ തന്നെ ഒരു റിയാലിറ്റിയാണ് അൺസീൻ വേൾഡ്. അത് ഡെവലപ്പ് ചെയ്യണം. എന്നാലേ നന്മ തിന്മ വിച്ച് ആർ യു സീയിങ് വിവേചനം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് കാര്യം പിശാച് വെളിച്ചത്തിൻ്റെ ദൂതനായിട്ടും നമ്മുടെ മുമ്പിൽ വരാം. ഗുഡ് ആൻഡ് ഈവിൾ വേൾഡ് വിച്ച് ഈസ് ഇൻ ദി അൺസീൻ can only be discerned by the spiritual senses, which is the inner man. Just like നമ്മുടെ ഈ ബോഡി ഡിസേൺ ചെയ്യുന്ന പോലെ, ടേസ്റ്റ് മധുരമാണോ, ആദ്യമേ നമ്മൾ മീൻകറി എടുത്തിട്ട് പോയപ്പോൾ അയ്യോ ഒന്നും കരച്ചില്ല. ഇന്ന് മീൻകറി കുറച്ച്, അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ ഉപ്പ് നോക്കുന്ന പോലെ അല്ലേ, എന്തിനാ ഡിസേൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്പിരിച്വൽ അൺസീൻ വേൾഡ് ഉണ്ട്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ബൈബിൾ നമ്മൾ നോക്കുമ്പോൾ ഒക്കെ അൺസീൻ വേൾഡ് ഇസ് മോർ റിയൽ ആൻഡ് ആക്റ്റീവ് ദാൻ ദ സീൻ വേൾഡ്. സീൻ വേൾഡ് ഇസ് സ്ലീപ്സ് അറ്റ് നൈറ്റ്. അൺസീൻ വേൾഡ്, സ്പിരിച്വൽ റെലമിലെ വേൾഡ് നെവർ സ്ലീപ്സ്. 24/7 ആൻഡ് മോർ ആക്റ്റീവ് അറ്റ് നൈറ്റ്. കാര്യം എന്താ? യുവർ ബോഡി ഈസ് സ്ലീപ്പിംഗ് ബട്ട് യുവർ സ്പിരിറ്റ് ഈസ് നോട്ട് സ്ലീപ്പിംഗ്. വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. Your mind is not stopping, intellect is not working, but now he has freedom. Now he relates and destroys every darkness. He has freedom today because you are sleeping. അതാ നല്ല ഭാഷയിൽ പറഞ്ഞ ഒന്ന് ഉറങ്ങിത്തരാമോ എന്ന് യേശു ചോദിക്കത്തില്ല. ഒന്ന് ഉറങ്ങിത്തരാമോ, എൻ്റെ ആത്മാവിനെ കൊണ്ട് എനിക്ക് ആ ദേശത്തെ പിടിച്ചെടുക്കണം. ഈ എല്ലാ ദിവസവും ഇത് പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ നമ്മുടെ പാസ്റ്റേഴ്സിനോട് പറയാം, വിടുവിക്കും എന്നെല്ലാം ഞായറാഴ്ച അല്ല പ്രസംഗിക്കും. വിടുവിക്കപ്പെട്ടവരവിടെ ഇരിക്കുന്നത്.
ഇനി വേണ്ടിയത് ക്രിസ്തുവിൽ അവിടെ വളരണം. വളരണം. പ്രായത്തിന് തക്കോണമുള്ള വളർച്ച. അതില്ലെങ്കിലോ ചെറിയ കാര്യത്തിന് പിണങ്ങും, ചെറിയ കാര്യത്തിന് എന്നാലും എനിക്കത് കിട്ടില്ലല്ലോ. യു ഷുഡ് റീച്ച് ടു എ പൊസിഷൻ വെർ യു നോ യു ഹാവ് എവറിത്തിങ്. അതാ നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ട്, ഇനി ക്രിസ്തുവിൻ്റെ ഭാവം വരണം. 1 കൊരിന്ത്യനിൽ ക്രിസ്തുവിൻ്റെ മനസ്സുണ്ട്, ഫിലിപ്പിയർ ക്രിസ്തുവിൻ്റെ ഈ ഭാവം വരണം. അപ്പോൾ ഭാവം എന്താ? യേശുവിന് വല്ലതും ടെൻഷനുണ്ട്? കാര്യം എഴുതിയിരിക്കുക, ഹീ ന്യൂ. യേശുവിന് വിശ്വാസമല്ലായിരുന്നു. യുനോ വെൻ യു ഗ്രോ മച്ചുവർ, കർത്താവിൽ വളരും തോറും വിശ്വാസം താഴ്ന്നുകൊണ്ട് പോകും. ഇനി വിശ്വാസമല്ല, എനിക്കറിയാം. വിശ്വാസം അതിന് മുകളിൽ അങ്ങ് അറിയുമോ അല്ലേ? ആദാമിന് വിശ്വാസം വേണമായിരുന്നു. എല്ലാം ഫ്രണ്ടിലുണ്ട്, എല്ലാം ഉണ്ട്. ആദാമിന് പ്രാർത്ഥിക്കണമായിരുന്നു? വേണ്ട. യേശുവിന് അറിയാം തൻ്റെ കയ്യിൽ പിതാവ് സകലതും ഏൽപ്പിച്ചിട്ടുണ്ട്. യോഹന്നാൻ 13:3 ഞാൻ പറയുന്നത്. യേശുവിന് അറിയാം, യേശുവിന് വിശ്വാസം ഉണ്ടെന്നല്ല പറഞ്ഞേക്കുന്നത്, അറിയാം. അറിയാം. പൗലൂസ് മച്യൂർ ആകുക. രണ്ടാമത്തെ ടൈമിൽ ഇംപ്രിസൻ്റ്. ആ സമയത്ത് എഴുതുന്ന ലേഖനമാണ് 2 തിമോത്തി. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്ക് അറിയാം. എൻ്റെ ഫെയ്ത്ത് ഇപ്പം വേറെയാണ്. ഐ ബിലീവ് എന്നല്ല, ഐ നോ. യെസ്. അതാ റോമർക്ക് എഴുതിയ ലേഖനം പറയുന്നത് ലോ ഓഫ് ഫെയ്ത്ത്. ലോ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ചാടിയ താഴെ പോകും. അതുപോലെ തന്നെ എനിക്കിപ്പോൾ അറിയാം ചാടരുത്, വീഴുമെന്ന്. ഇപ്പം എനിക്കറിയാം ഈ വചനം ആക്റ്റീവ്. ദ ഹോൾ ഹെവൻ ബാക്സ് ദ വേൾഡ്. ഐ നോ. നമുക്കറിയാം, എനിക്കറിയാം. യേശു എൻ്റെ കൈ പിടിച്ച് നടക്കുന്നതെന്ന് എനിക്കറിയാം. ഐ എം നോട്ട് അലോൺ. എനിക്കറിയാം. ഇന്ന് ഈ റൂമിൽ ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് അറിയാം that we are sitting with innumerable angels and Jesus Christ the Lord and the whole heaven watching at this podcast. അറിയാം. അത് ഈ പറയുന്ന അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്നത്. അതുകൊണ്ടാണ് കൃപയും സമാധാനം ദൈവത്തിൻ്റെയും തൻ്റെ പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ. കൃപയുടെ വ്യാപ്തി മനസ്സിലാകുമ്പോൾ സമാധാനം ഓട്ടോമാറ്റിക് വർദ്ധിക്കും. സമാധാനത്തിനകത്ത് വിശ്വാസം വേണ്ട, അറിവ്. എന്ന് പറഞ്ഞാൽ ഒരു പിക്ചറുടെ അവസാനം കണ്ടിട്ട് ആദ്യം കണ്ട എങ്ങനെ ഇരിക്കും? ടെൻഷൻ അടിച്ച് ആദ്യം മുന്നിരിക്കേണ്ട ആവശ്യമില്ല. അതിപ്പം ഹീറോ പോകുമ്പോൾ പുള്ളി കൂളായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ 15 മിനിറ്റ് കണ്ടു ഹീറോ തകർത്ത് ജയിച്ച് വരുന്നത്. ഇനിയിപ്പം സിനിമ കാണുമ്പോൾ അതല്ല, ചിലർ പറയത്തില്ല സ്റ്റോറി മുഴുവൻ പറയണ്ട, ഞാൻ കണ്ടോട്ടെ, ത്രില്ല് പോകും എന്ന്. അത് അറിവ്. എനിക്കിപ്പോൾ എൻ്റെ അറിഞ്ഞു. രണ്ടാമത് വേണം വിശ്വസിക്കാം, ഇതെല്ലാം നല്ലതായിട്ട് വരുന്നു വിശ്വസിക്കാം. പക്ഷെ അതിൻ്റെ മുകളിലല്ലേ ഇതിൻ്റെ അവസാനം കണ്ടയാളല്ലേ? അവസാനം കണ്ടയാളാണ്. ബ്രദറിന് ഈ ഒരു കർത്താവിൻ്റെ ഈ അറിവെന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ ആ ഉറപ്പില്ലേ, അതിന് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. അത് ഈ ആദ്യം മുതലേ ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു. ഓരോ ദിവസത്തെ ഓരോ അനുഭവം അത് ഇത് ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് അടുത്ത ലെവൽ ചില വെല്ലുവിളിയൊന്നും എന്നാവും. As a human being, you worry. But then, when you overcome, അതിനെ ഓവർകം ചെയ്യുമ്പം ഇത്രേ ഉള്ളൂ. സോ എന്നാ പറയണ്ടേ, നോ എന്ന് പറയുമ്പം പോലും, ഫോർ എക്സാമ്പിൾ, ഞാൻ സർപ്രൈസ്ഡ് ആയിരുന്നു. പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മ എഴുതുക, fear inside, conflict outside. How can he say I am afraid?
ഫിയർ ഇൻസൈഡ്, കോൺഫ്ലിക്റ്റ് ഔട്ട്സൈഡ് എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുക പരിശുദ്ധാത്മാവിൽ. 2008 അത് ഞാൻ അനുഭവിച്ചു. ഭയം എനിക്കെന്നെ സംഭവിക്കുന്നല്ല, സഭകളിൽ ഒത്തിരി പേര് നിന്ന് സഹിക്കുന്നു, കഷ്ടം സഹിക്കുന്നു, കോൺഫ്ലിക്ട്സ് നടക്കുക. മുമ്പിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഓഫൺ ഇൻ ഹങ്കർ, നോട്ട് ബിക്കോസ് ദർ ഇസ് നോ ഫുഡ്, ഫുഡ് ഇസ് ദെയർ, ബട്ട് യു കനോട്ട് ഈറ്റ് ബിക്കോസ് ഓഫ് ഫിയർ ആൻഡ് സീയിങ് ദ കോൺഫ്ലിക്റ്റ്. നോട്ട് അബൌട്ട് യു, എന്നെക്കുറിച്ചല്ല, people who surround you, your family, the church, അവർ അനുഭവിക്കുന്ന വേദന. സോ അത് ഒരു നാച്ചുറലാണ്. യേശു പോലും യോഹന്നാൻ്റെ മരണം അറിഞ്ഞ ഉടനെ ഹി സെപ്പറേറ്റഡ് ഹിംസെൽഫ് ടു പ്രേ. അതെ അതെ, മാറിപ്പോകുന്നു പ്രാർത്ഥിക്കാൻ. എന്നിട്ട് ആ ശിഷ്യന്മാരോട് പറഞ്ഞു അപ്പുറത്തോട്ട് പ്രാർത്ഥിക്കും, നിർബന്ധിച്ചിട്ട് പോകുന്നു. So, as these are conflicts which is in there, but ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോഴും അകത്ത് പീസ് പോകത്തില്ല. നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ചർച്ചിനെ അതുപോലെ പീഡനം നടക്കുക. അതെ, അപ്പോൾ അത് വരുമ്പം പോലും പീസ് റൂളിങ് യുവർ ഹാർട്ട്. അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ 2008 നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ക്രൂസൈഡ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. പുത്തരിക്കണ്ട മൈതാനം, പാമ്പാടി, പല പല സ്ഥലത്തും അതിൻ്റെ ഇടയ്ക്ക് പല വിഷയങ്ങൾ നടക്കുമല്ലേ. സ്റ്റേജിൽ കയറുമ്പോഴും വലിയ മയമുണ്ടോ, ഇറങ്ങുമ്പോഴും പത്രക്കാരൻ നിൽക്കുക. സോ ഞാൻ പറഞ്ഞത്, ആസ് എ നാച്ചുറൽ ഹ്യൂമൻ ബീങ് വി ഹാവ് ദിസ്, ബട്ട് അവിടെയാണ് ഇന്നർ മാൻ ടേക്സ് ഓവർ. Peace that surpasses understanding will guard your heart and mind. സകല ബുദ്ധിയും ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നനവുകളെ ക്രിസ്തേഷ്യങ്ങൾക്കാകും. Then it remains, hey, wait, you are abiding in him, you are enveloped by Christ. ഇത് രണ്ടും it's normal for everyone. 2008 ഇപ്പം അങ്ങനെ വലിയൊരു ഈ പ്രശ്നം നമ്മുടെ സഭയ്ക്കെതിരുണ്ടായി. ഞാനൊരു കുഞ്ഞു സംഭവം പറയട്ടെ. 2001 നമ്മുടെ സാധാരണ എല്ലാവരും VBS ഒക്കെ ചെയ്യാറുണ്ട് കുഞ്ഞുങ്ങളുടെ. വേറെ VBS ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത് സിംഗപ്പൂരിൽ നിന്ന് ഫാസ്റ്റർ എലീൻ്റെ നേതൃത്വത്തിൽ toycity.com എന്ന് പേരിട്ട, അന്ന് വരെ ആരും കാണാത്ത 1500 സംതിങ് കുഞ്ഞുങ്ങൾ അന്ന് മെരീൻ സ്കൂളിൽ കൂടുകയാണ് ഇതിനു വേണ്ടി. അപ്പം അതിൻ്റെ എനിക്കൊരു പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് തന്നിട്ട് ഇവർ ടീം വരുന്നതിന് പകരമൊക്കെ ഞങ്ങളെല്ലാം കൂടി ഓടുന്നു ഓരോ സാധനം ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ടീം വരുന്നു 5 സിംഗപ്പൂരിൽ നിന്ന്. അത് അങ്ങനെ കാര്യം കോട്ടയത്തൊന്നും അങ്ങനെ കേരളത്തിൽ നടന്ന് കാണത്തില്ല, എനിക്കറിയത്തില്ല, അതാണ്. പക്ഷേ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. വേറെ ഓർക്കുന്നൊന്നും അറിയത്തില്ല, ഭയങ്കര ബ്യൂട്ടിഫുൾ. അപ്പോൾ അതിനകത്ത് 2-ാം ദിവസം പിള്ളേർക്ക് ബ്രെഡ് കൊടുക്കും, ബ്രെഡും ജാമും കൊടുത്തിട്ട് അന്നന്ന് കൊടുത്തിട്ട് മോഡേൺ ബ്രെഡിൽ നിങ്ങളുടെ നമുക്കൊരു വണ്ടി വരുന്നത് അതുകൊണ്ട് അവർ പൈസയ്ക്ക് വരും. അപ്പോൾ പൈസ ഞങ്ങളുടെ തോന്നി, ഞങ്ങൾ ഓടി പേരെടുത്തു, വേറെ ബ്രെഡിൻ്റെ പൈസ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്നാ പേഴ്സ് എടുത്ത് തുറന്നു. അപ്പം ഞങ്ങളെ നോക്കിയപ്പോൾ അതിനകത്തൊന്നുമില്ല. അപ്പം പയ്യെ പേർ അടച്ചിട്ട് പറഞ്ഞാൽ നാളെ തരാമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പം ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് ഇങ്ങനെ എൻ്റെ മുറിക്കകത്തുള്ള എൻ്റെ മനസ്സിൽ ബ്രദർ ഇങ്ങനെ പൈസയിൽ അടുക്കി വെച്ചിട്ടാണ് ഇത്രയും വലിയ പ്രോഗ്രാമാണ്. വലിയ പ്രോഗ്രാം, 1500 പിള്ളേർ, അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് അടിപൊളി പ്രോഗ്രാം. സിംഗപ്പൂരിൽ നിന്ന് ടീം വന്നിരിക്കുക. അപ്പം ഞാൻ മനസ്സിലാക്കി, ദൈവമേ വേറെ ഇപ്പം ഇതെന്നാ ഓർത്തോണ്ട് ഇത് ചെയ്യും. കാലി പേഴ്സ്, ഒരു കറുത്ത ലെതർ പേഴ്സ്, കറുപ്പാണ് ബ്രൗൺ ആയി ഓർക്കുന്നില്ല, തുറന്ന് കാണിച്ച് ഇന്ന് കുറേ റെസീപ്റ്റ് ഏതാണ്ടൊക്കെയല്ല, ഒന്നും എഴുതത്തില്ല. പുറത്ത് നോക്കുമ്പോൾ ഭയങ്കര ബിഗ് toycity.com, ഭയങ്കര, പക്ഷെ നടത്തുന്ന ആളെ പൈസ ഇല്ല. പിറ്റേ ദിവസം അത്ഭുതകരമായിട്ട് നമ്മൾ പൈസ കൊടുത്തു, സർപ്ലസ് ആയി. ഇതും ഞാൻ കണ്ടു. അതാ ഈ നമ്മുടെ പോക്കറ്റിൽ നോക്കി ചെയ്ത ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇതിൻ്റെ നമ്മൾ നോക്കേണ്ടി, ഫോർ whom are we doing? Is it for us or for him? If it is for us, you pay.
ഇഫ് ഇറ്റ് ഫോർ ഹിം ഹീ പേസ്. 5 അപ്പം 2 മീനും ചെയ്ത പോലെ തന്നെ. അത് ബ്രേക്ക് ചെയ്തോടെ ഇരുന്നപ്പോഴാണ് വർദ്ധിച്ചാൽ, അത് വർദ്ധിച്ചിട്ടല്ല കൊടുത്തേ, കൊടുത്തോണ്ടിരുന്നപ്പോഴാണ് കൊടുത്തോണ്ടിരുന്നപ്പോഴാണ് ഞാൻ കണ്ട എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിനകത്ത് നടന്ന ഒരു സംഭവം. ആ സംഭവം ഞാനിപ്പം പോഡ്കാസ്റ്റ് ചെയ്താൽ വട്ടാന്ന് പറയും. പക്ഷെ അന്ന് എൻ്റെ കയ്യിൽ നടന്ന ഒരു അനുഭവം കഴിഞ്ഞ് എൻ്റെ കൺമുമ്പിൽ ഓപ്പൺ വിഷനിൽ യേശുവിനെ കണ്ട് യേശു എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയുന്നത്. ഈ 5 അപ്പം വർദ്ധിപ്പിച്ച ശേഷം വിളമ്പാനല്ല പറഞ്ഞ്, മുറിച്ച് അവർ എല്ലാം കൈ കൊടുത്തു. അവർ ഞുറുക്കും തോറും ഈ കയ്യിലുള്ളത് തീരുന്നില്ല. എന്നിട്ട് ആ ഫ്രാഗ്മെൻ്റ് എടുത്ത് കൊട്ട നിറയ്ക്കുമ്പോൾ 12 കൊട്ട മിച്ചം. അത് അന്ന് നടന്നെങ്കിൽ ഇന്നും നടക്കും. വേറെ ചെയ്ത പല കാര്യങ്ങളും ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. സാധാരണ നിങ്ങൾ കണ്ട് പരിചയമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്നൊരു സർപ്രൈസ് ഉണ്ട്. ഐഡൻറ്റിഫിക്കേഷൻ റിപ്പൻഡൻസ്, ആ പേര് പോലും അത്ഭുതമാണ്. 2002 എൻ്റെ ഓർമ്മ. 2001 ഐഡൻറ്റിഫിക്കേഷൻ റിപ്പൻഡൻസ് എന്ന് പറയുന്നത്, ഇത് എന്നാ പുസ്തകം? ഇത് 2007 നമ്മുടെ ഇതൊരു വേറെ വലിയ സ്റ്റോറിയാണ്. ഏതായാലും ഈ സംഭവം സാന്തോമിൽ ചെന്നൈയിൽ നടക്കും. അതെ. അതായത് ജെറൂസലേമിൽ 2001 ഞാൻ പോകുന്ന സമയത്ത് ഇസ്രായേലിൽ ആദ്യം പോകുന്നു. എൻ്റെ വീട്ടിൽ വന്ന ഐ വാസ് ബോൺ അഗെയിൻ എപ്പോഴും ഞാൻ പറയുന്നൊരു വാക്കാണ്. ആൻഡ് ഐ വാസ് ക്രൈങ് ത്രൂ ഔട്ട്. അന്ന് ഒത്തിരി എക്സ്പീരിയൻസസ് എനിക്കങ്ങ് ഉണ്ടാകും. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഈ മീറ്റിംഗ് നടക്കുവാൻ ഞാൻ വെളിയിൽ പോയി ഒറ്റയ്ക്കിരുന്ന്, ഹാവ് യു ഫോർഗോട്ടൻ ഇന്ത്യ? യേശുവെ, ഇന്ത്യയെ വിടരുത്, ഇന്ത്യയെ മറക്കൽ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് വിങ്ങി പൊട്ടിക്കരയുക. ആ സമയത്ത് എനിക്ക് കേൾക്കാവുന്നൊരു ശബ്ദം, നോ വൺ ഹാസ് റിപ്പൻറ്റഡ് ഫോർ ദ കില്ലിംഗ് ഓഫ് മൈ അപ്പോസ്റ്റൽ തോമസ്. ഫോർ സെഞ്ച്വറീസ്. അപ്പോസ്റ്റൽ തോമസ്. പഴയ നിയമത്തിൽ അപ്പോസ്റ്റൽസ് ഇല്ല. യേശു പറഞ്ഞ വാക്ക ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ, യു ഹാവ് കിൽഡ് ദി അപ്പോസ്റ്റൽസ്. നൗ ഞാൻ അവിടെ ഇരിക്കുക, വീണ്ടും കേൾക്കുക, ഗോ ആൻഡ് ഐഡൻറ്റിഫൈ. ഭാരതത്തിലാണല്ലോ, ബീങ് എൻ ഇന്ത്യൻ, ദാറ്റ് ഈസ് കോൾഡ് സപ്ലിക്കേഷൻ. ഐഡൻറ്റിഫൈ ആൻഡ് റിപ്പൻറ്റ്. അപ്പോൾ ഇതിന് ബിബ്ലിക്കൽ ബേസ് വേണം. പത്രോസ് പറയുക, മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളു. അതിൻ്റെ മുമ്പിൽ പറയാൻ, നിങ്ങളുടെ പ്രവാചകന്മാരെ നിങ്ങൾ കൊന്നു, ഇത് ചെയ്തു. എന്നിട്ട് പറയാം, ഐഡൻറ്റിഫൈ വിത്ത് ദം ആൻഡ് റിപ്പൻറ്റ്. ദ ടൈംസ് ഓഫ് റിഫ്രഷിംഗ് വിൽ കം. അത് മനസ്സിലായി മീറ്റിങ്ങിൽ കയറി തിരിച്ചു വന്നു. നമ്മളിവിടുന്ന് 2 ബസ് നിറച്ച് സാന്തോമയിൽ പോയി. ആൻഡ് വി പ്രേഡ്. ഫാദർ, അവരുടെ അറിവില്ലായ്മ കാരണം അത് ചെയ്തു, ക്ഷമിക്കണേ. ആൻഡ് യു വിൽ സീ റിവൈവൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ചേഞ്ച്ഡ് ആഫ്റ്റർ 2001. ഒരു ഡൗട്ടും ഇല്ല. 2001 അവിടെ നമ്മൾ നിൽക്കുമ്പം I could hear the hush of the Holy Spirit breathe into India. When one man stands in the gap, ദൈവത്തിന് ഒരാൾ മതി, ഇവരോട് ക്ഷമിക്കും. കർത്താവ് എന്നാ പറഞ്ഞേ? ഇവർ അറിവില്ലാതെ ചെയ്യുന്നു, ഇവരോട് ക്ഷമിക്കും. വാട്ട് വാസ് ഹി ഡൂയിങ്? വാസ് ഐഡൻറ്റിഫൈങ് ആൻഡ് റിപ്പൻറ്റിങ്. പ്ലീസ് ഫോർഗിവ്. വേറെ 2000 വർഷമായിട്ട് നടക്കാഞ്ഞൊരു കാര്യം.
2000 വർഷമായിട്ട് ആരും ചിന്തിക്കാഞ്ഞൊരു കാര്യം. അത് ഹോളി സ്പിരിറ്റ്. വെൻ യു ആർ തേഴ്സ്റ്റി, കർത്താവിന് നമ്മുടെ അബിലിറ്റി വേണ്ട. കർത്താവിന് വേണ്ടിയത് തൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യന്, തൻ്റെ ഹൃദയം ഭൂമിയിൽ നടപ്പിലാക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ക്വാളിറ്റി നോക്കത്തില്ല, ആ മനുഷ്യൻ്റെ ഒന്നും നോക്കത്തില്ല, ഹൃദയപ്രകാരമാണ്. വാട്ട് ഈസ് ദെൻ? ചാടാൻ പറയുമ്പോൾ ചാടും, യേശു എന്ന് കേൾക്കുമ്പോൾ കരയും, എടാന്ന് കേൾക്കുമ്പോൾ സാഷ്ടാംഗം വീഴും. അങ്ങനെ ഒരു മനുഷ്യനെ ദൈവത്തിന് കൈ കിട്ടിയാൽ ദൈവം ഡൗൺലോഡ് ചെയ്യും, തന്നെ പകരും, തന്നെ. ഹി വിൽ എംപ്റ്റി ഹിംസെൽഫ് ഇൻ ടു എംപ്റ്റി വെസൽസ്. ഇഫ് യു ആർ ഫുൾ, യു ഡോണ്ട് നീഡ് ഇറ്റ്. വേറെ പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഈ ഒരു സ്പിരിച്വൽ ലിറ്റ്മസ് ടെസ്റ്റ്. യേശു എന്ന് കേൾക്കുമ്പോൾ കണ്ണ് നിറയുന്നില്ലെങ്കിൽ, ഹൃദയം തകരുന്നില്ലെങ്കിൽ പാവിരിച്ച് മുട്ടയിരുന്നുള്ളൂ. മാത്രമല്ല, ഈ ഗ്രോണിങ്, അകത്തൊരു ഗ്രോണിങ് ഉണ്ട് നമ്മുടെ എപ്പോഴും, ഗ്രോണിങ്, തേഴ്സ്റ്റ്. അത് പോയിട്ടുണ്ടോ? സംതിങ് ഇസ് റോങ്. യേശു എന്ന് കേൾക്കുമ്പോൾ, നോർമലി കേൾക്കുമ്പോൾ കരയണമെന്നൊന്നുമില്ല. പക്ഷെ ആ ഗ്രോണിങ് പോയെങ്കിൽ, 2 Corinthians 5 അതാ പറയുന്നത്, വെൻ my inner man is groaning because I am away from him. ഞാൻ ഈ ഭൗമിക ഭവനത്തിൽ ഇരിക്കുമ്പോൾ, ഈ ശരീരം ആകുന്ന എൻ്റെ വീട്ടിൽ താൽക്കാലികമായി ഞാൻ നിൽക്കുമ്പം ഞെരങ്ങുക. കാര്യം ഞാൻ പുറപ്പെട്ടത് യേശുവിൽ നിന്ന്. I am groaning to finish my assignment. Groaning. അതാ താഴെ പറയാം, കോൺഫിഡൻറ്റ് ഓഫ് വൺ തിങ്, that I have a building in heaven. എന്നിട്ട് പറയുക, I am confident that when I am absent from him, I am absent. എന്നിട്ടാ പറയുന്നത്, I live by faith and not by sight. ആ ഫെയ്ത്തും ഓവർകമ്മിങ് ഫെയ്ത്തും വേറെയാണ്. I live by faith and not by sight എന്ന് പറയുന്നത് is the groaning which is in you, knowing that you came from him, sent from him, and every time groaning to be with him. ആ ഗ്രോണിങ് പോയെങ്കിൽ, അത് പോയാൽ അയാൾ എന്ത് ചെയ്യണം? he has to go and fall down and say, Father, something has gone wrong somewhere. എന്തോ എവിടെയോ കുഴപ്പം പറ്റിയിട്ടുണ്ട്, and I want that back. എത്ര ദൂരം പോയാലും ഫാദർ ഇസ് വെയിറ്റ് മോർ ദാൻ നമ്മളെക്കാളും. ആൾക്കാർ പറയും കർത്താവിൻ്റെ സാന്നിധ്യം, തിരിച്ച് ഞാൻ പറയും കർത്താവിന് നമ്മുടെ സാന്നിധ്യം താല്പര്യം. കർത്താവിന് നമ്മുടെ ആ പ്രസൻസ് ഇല്ലെങ്കിൽ ഇൻസെക്യൂറാണ്. ആൾക്കാർ പറഞ്ഞ കർത്താവിൻ്റെ സാന്നിധ്യം ഒന്നും വേണ്ട, തിരിച്ചാണ്. ഹീ ഈസ് ലോങ്ങിങ് ഫോർ യു ടു സിറ്റ് വിത്ത് ഹിം. രഞ്ജി ഓർക്കുന്നുണ്ടോയെന്നറിയത്തില്ല, നമ്മൾ ഏതൊരു മീറ്റിംഗ് കഴിഞ്ഞ്, അഹമ്മദാബാദ് മീറ്റിംഗ് കഴിഞ്ഞ് ട്രാവലറെ വരുമ്പോൾ, അഹമ്മദാബാദ് ടു മുംബൈ ട്രാവലറെ വരുന്ന സമയത്ത് ജീസസ് ഇസ് ടോക്കിംഗ് ടു മീ, ഐ ഫീൽ വെരി സെക്യൂർ. ഓർത്തു ഹൗ മച്ച് ഹീ ലോങ്ങിങ് ഫോർ അസ്. ദൈവം, ജീസസ് ക്രൈസ്റ്റ്, ഗോഡ് ലോങ്ങിങ് ഫോർ മീ. അതിനെ മനുഷ്യൻ മതമാക്കി കളഞ്ഞു. എന്തിനാ ഈ ബന്ധം കലയാൻ? എൻ്റെ ഇടയ്ക്ക് കയറാൻ. ഇടയ്ക്ക് കയറിയാലല്ലേ ഞാൻ ശരിയാക്കാമെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് വീട്ടിൽ മീറ്റർ റീഡിങ് വെച്ചിരിക്കുകയായിരുന്നു, കാശ് കൊടുക്കാൻ പൈസ ഇല്ല. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, മീറ്റർ അങ്ങോട്ട് എടുത്തിട്ട് ദൂരോട്ട് കളഞ്ഞിട്ട്
നേരെ വയറിന്ന് കണക്ട് ചെയ്തു. എത്രയാണെന്ന് വെച്ചാൽ ഉപയോഗിച്ചോളാൻ പറഞ്ഞു. അതിൻ്റെ പേരാ കൃപ. അപ്പം തിരിച്ച് ഞാൻ വന്നിട്ട് പറയാം, ആഹാ മീറ്റർ കളഞ്ഞോ? അപ്പം അത് പറ്റത്തില്ല, മീറ്റർ വെച്ചേ പറ്റൂ. ദൈവവും മനുഷ്യനും തമ്മിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ചെറുപ്പക്കാരുൾപ്പെടെ എന്നെ കണ്ടം ചെയ്ത് അവരെ കൂടുതൽ പേടി മനുഷ്യനെ അകറ്റും. സ്നേഹം അടുത്തുകൊണ്ട് മനുഷ്യരെ ദൈവത്തെ കൊണ്ട് പേടിപ്പിച്ചാൽ ദൈവം നിന്നെ അകന്നു പോകും. യു ഷുഡ് നോട്ട് മേക്ക് പീപ്പിൾ അഫ്രെയ്ഡ് ഓഫ് ഗോഡ്. ഓ, ദൂരെ മാറി പേടിച്ച് ഏതായാലും നരകത്തിൽ പോവല്ലേ, അന്ന് കുറച്ചുകൂടെ എന്നെ തോന്നിവാസം എന്നെ ഒരിക്കലും അംഗീകരിക്കത്തില്ല, ഏതായാലും എന്നെ അംഗീകരിക്കാൻ പോകുന്നില്ല, എന്നാൽ പിന്നെ ഞാൻ കുറച്ചുകൂടെ ആയേക്കാം. അതേ സമയത്ത് അതല്ല, നീ പോയാൽ പോലും നിൻ്റെ പുറകെ ഞാൻ കൈവിടത്തില്ല, ഉപേക്ഷിക്കും, ഞാൻ നിൻ്റെ പുറകെ കാണും. അപ്പോൾ ഉണ്ടാകുന്ന സ്നേഹവും അതിലുണ്ടാകുന്ന ബഹുമാനത്തിൻ്റെ പേരാ ഭയം. ഓ ഓ ഓ ഓ ലവ് പ്ലസ് റെസ്പെക്റ്റ് ഇസ് ഫിയർ. അഫ്രെയ്ഡ് ഇസ് കണ്ടംനേഷൻ പ്ലസ് അഷ്വറൻസ് ഓഫ് ഡെത്ത്. യു ആർ അഷ്വറിങ് ഡെത്ത് ആൻഡ് മേക്കിംഗ് ദം കണ്ടംൻഡ്. പുറത്ത് ജീവൻ നിൽക്കുക അല്ലേ? ഇവിടെ ജീവൻ നിൽക്കുക, തുളുമ്പി നിൽക്കുക. എങ്ങനെയൊന്ന് ഇൻട്രോഡ്യൂസ്, നേരത്തെ പറഞ്ഞില്ലേ, അത് പത്രം ആയിക്കോട്ടെ, പോഡ്കാസ്റ്റ് ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, എങ്ങനെയും അവൻ്റെ അകത്തോട്ട് എനിക്കൊന്ന് കയറി അവനെ ഒന്ന് ആലിംഗനം ചെയ്ത് എൻ്റേതാക്കണം, വല്ല വിധേന എൻ്റേതാക്കണം. ആ ഗോസ്പിളിൻ്റെ പേരാണ് ഗോസ്പിൾ ഓഫ് റീകൺസിലിയേഷൻ. ക്രിസ്തു ഇന്ന് നമ്മളിലിരുന്ന് ലോകത്തിൻ്റെ ലംഘനങ്ങളെ കണക്കിടാതെ, അവിടെ ഉണ്ട് കണക്കിടുന്നില്ല, പിതാവ് ക്രിസ്തുവിൽ ലോകത്തിലെ ലംഘനങ്ങളെ കണക്കിടാതെ നമ്മെ ക്രിസ്തു നിമിത്തം അവനോട് നിരപ്പിച്ചു. ആ നിരപ്പിൻ്റെ വചനം ഇന്ന് നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ക്രിസ്തുവിന് പകരം, ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ഞങ്ങൾ പറയുന്നു, നിരന്നുകൊള്ളുകയും. നിരത്തിക്കൊള്ളുകയെന്നല്ല. This is the gospel of reconciliation. However bad you are, my goodness will cover that badness. Oh, but I need you back. I want you back in my house. നീ പന്നിക്കൂട്ടത്തുനിന്നല്ലേ വന്നേ, നാറുന്നുണ്ടല്ലോ, ഞാൻ എന്നാലും നിന്നെ കെട്ടിപ്പിടിക്കും. ഞാൻ കെട്ടിപ്പിടിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ പെർഫ്യൂം നിൻ്റെ പുറത്തോട്ട് വരും, എൻ്റെ എല്ലാം വരും. ചേട്ടൻ വരുമ്പോൾ നിൻ്റെ നാറ്റമല്ല, എൻ്റെ പെർഫ്യൂമൊക്കെ കേൾക്കാൻ പോകുന്നത്. And we become fragrance of Christ. Are we really having that fragrance? No. We are dirty, but covered with the blood. And Christ emitting out of us the fragrance of the gospel of reconciliation. ഇതാ ഗോസ്പൽ അല്ലേ? That is the gospel of the kingdom, making us kings and priests. ഞാൻ പറയാം, ഇത് if you know Jesus and the heart of God, you cannot ആരെയും തള്ളികളയാൻ പറ്റത്തില്ല. പറഞ്ഞ് മനുഷ്യനെ ചവിട്ടി വെളി കളയാൻ നോക്കും. ഇപ്പുറത്തുനിന്ന് ഒരു പിതാവ് കൈക്ക് പിടിച്ച് അകത്ത് കയറ്റാൻ നോക്കുമ്പോൾ നമ്മൾ ചവിട്ടാൻ നോക്കും. ചെയ്യരുത്. സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതിയും ഉയരവും ഒന്ന് ഗ്രഹിപ്പിക്കണേന്നാണ്. ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഏറ്റവും ആഴത്തിൽ കിടക്കുന്നവനെ പൊക്കിയെടുക്കുന്ന സ്നേഹം, ഏറ്റവും വിദൂരം പോയെന്നവനെ പിടിച്ചെടുക്കുന്ന സ്നേഹം, ഏറ്റവും ഉയരത്തിൽ ഞാൻ വലിയവനാണെന്ന് പറയുന്നവനെയും പിടിക്കുന്ന സ്നേഹം, ആഴവും വീതിയും നീളവും ഉയരവും
സ്നേഹത്തിന്. ദാറ്റ് ലവ് ഇസ് നമ്മുടെ വീണ്ടും വിത്ത് ദിസ് ലിറ്റിൽ, ഈ ബുദ്ധി കൊണ്ടാണ് ഈ വലിയ ദൈവം ഡിഫൈൻ ചെയ്യാൻ നോക്കുന്നത്. സോ വെൻ യു കം ക്ലോസർ, ഞാൻ വീണ്ടും പറയാം, റിമൂവ് ദ സൂപ്പർ നാച്ചുറൽ ആൻഡ് ദിസ് ബിക്കംസ് എ വണ്ടർഫുൾ റിലീജിയൻ. വിത്ത് ദ സൂപ്പർ നാച്ചുറൽ ഇറ്റ് ബിക്കംസ് എക്സൈറ്റിംഗ് ലൈഫ്, ലൈഫ് ഓഫ് ഫുൾനെസ്. അപ്പം നമുക്കറിയാം, അറിയാം അത്രയേ ഉള്ളൂ. ചിലർ പറയും എനിക്ക് 3 മാസം എടുക്കും നമ്മൾ ഇത് ചെയ്യാൻ. ഞാൻ പറയും ഒരു 4 ദിവസം കൊണ്ട് നമുക്ക് ചെയ്തോളാം. സോ the more you understand Christ, and we'll go further into the supernatural, where it is very, very, ഞാൻ വീണ്ടും പറയാം, ഇതിനകത്തൂടെ അനുഭവിച്ചാൽ പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. വേറെ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഈ വെള്ളത്തിൽ കിടന്ന് കളിക്കുന്ന പിള്ളേരോട് തിരിച്ചു കയറാൻ പറഞ്ഞാൽ അവർ പറ്റില്ല എന്ന് പറഞ്ഞു. You will dive into the river of life. അപ്പോൾ യേശുവിനെ അറിഞ്ഞ് 30 years വേറെ ശരിക്കും ഭയങ്കരമായിട്ടങ്ങ് എന്താ പറയുന്നത്, സന്തോഷം എന്നൊക്കെ പറയാൻ പറ്റുമോ? സന്തോഷമൊന്നുമല്ല, സന്തോഷമില്ല. ഇറ്റ് ഈസ് യെറ്റ് ഐ വോണ്ട് ടു ഡൂ മോർ. എനിക്കൊരു കാര്യം അറിയാം, ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സങ്കടകരമായ ദിവസം will be when he comes out of this body. And ആ വിശ്വാസി ഓർക്കും, കുറച്ചുകൂടെ ചെയ്യാൻ. എനിക്ക് ആ ദുഃഖമുണ്ട് ഇന്ന്. കുറച്ചുകൂടെ ചെയ്യണം. പക്ഷെ ദൈവം അതിനെ അക്സലറേറ്റ് ചെയ്യിപ്പിക്കുന്നു. എനിക്ക് ഇത്രയും ചർച്ചസ് ഉണ്ടായിട്ടും എത്രയോ മിനിസ്റ്റേഴ്സ് എഴുന്നേറ്റിട്ടും ബ്രദറിന് ഒന്നും ആയിട്ടില്ല. We have not scratched the surface. We should touch the 5th generation. And I will do it. Amen. Christ in me will make me do it. I can do all things. So, we will continue the podcast. വേറെ ഇത് കണ്ടിന്യൂ ചെയ്യണം. കർത്താവ് വെച്ചാൽ എനിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് വേറെ ഷെയർ ചെയ്യണം. തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാചകത്തെ നമുക്ക് അടുത്ത് തുടങ്ങാം. ചിലപ്പം ദൈവം പ്രാർത്ഥന കേൾക്കത്തില്ല. അന്ന് വർഷിപ്പ് ഒന്ന് നീണ്ടു പോകണമെന്ന് പ്രാർത്ഥിച്ചു, നടന്നില്ല. പക്ഷേ അപ്പുറത്ത് ഒരു വലിയ സംഭവം കാണിച്ചു. അതുപോലെ തന്നെ എൻ്റെ ഒരു അനുഭവമുണ്ട്. ആ അനുഭവം അടുത്ത എപ്പിസോഡിൽ പറയാം. ബട്ട് യു കനോട്ട് ഗിവ് ആൻ ആൻസർ. ഇത് നമ്മളെ ഭിത്തി ചാരി നിർത്തുക എന്ന് പറയത്തില്ല. ഇങ്ങനെ ദിസ് ഈസ് എ ഫോഴ്സ്ഫുൾ സൗണ്ട്. വണ്ടി നിർത്തിയിട്ടിരിക്കുക, റോഡിൽ നടുക്കായി സംഭവം. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു, റോഡിലിരുന്ന് കരയുന്നു, ചിരിക്കുന്നു. വണ്ടിക്കാരൊക്കെ പോകുന്നുണ്ട്, കുറേ പേര് ഹോൺ അടിക്കുന്നുണ്ട്. എനിക്ക് ഇതൊന്നുമല്ല, എൻ്റെ എല്ലാം എടുത്തുകൊണ്ട് പോയ പോലെ. ആരോ കടം പോയി, ഭാരം പോയി, ചിരിക്കുന്നു, ചിരിച്ച് നെഞ്ചുവേദന പോലെ വരുന്നു. ഇനി ഇതുമെല്ലാം കുഴപ്പമാണോ? അപ്പോഴത്തേക്ക് വണ്ടികൾ ഇങ്ങോട്ടും വരും. ഞാൻ വണ്ടിയെ കയറി സൈഡിലോട്ട് മാറ്റി തിരിച്ചു കോട്ടയത്തോട്ട് വരിക.